നമസ്കാരം. പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ അടപ്പിളക്കുന്ന നീക്കങ്ങൾ ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനപ്പുറം പാകിസ്ഥാന്റെ ദുർവിധി അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാകും ഭേദം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമത്തിന് പാകിസ്ഥാൻ തയ്യാറെടുത്താൽ സൈന്യത്തെ മുച്ചൂടും മുടിക്കുമെന്ന ഭീഷണി തന്നെയാണ് ഇന്ത്യ ഉയർത്തിയിരിക്കുന്നത്. അതിനൊപ്പം ഇന്ത്യയോടൊപ്പം ചേർന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനും ആ കർമ്മത്തിന് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ തന്നെയാണ് എടുത്തു പറയേണ്ടത് ബലൂചിസ്ഥാനിൽ നിന്നും ബലൂജ് നേതാവ് ഇന്ത്യക്ക് അയച്ചിരിക്കുന്ന ആ തുറന്ന കത്ത്. അതിലേറെ പരിഭ്രമിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. എന്തിനും ഇന്ത്യ ഒപ്പമുണ്ടാകണമെന്ന അഭ്യർത്ഥന തന്നെയാണ് ബലൂജ് നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതുവത്സര ആശംസകളോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ശവമടക്കിനുള്ള സമയം കൂടി കുറിക്കുന്നതായി ഇത് മാറിയിരിക്കുന്നു. സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് 2025 ഒരു സുപ്രധാന വർഷം തന്നെയായിരുന്നു. നമ്മുടെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ തന്നെ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിഞ്ഞ വർഷം. ഇന്ത്യയുടെ സൈനിക ശക്തി, സാങ്കേതിക കഴിവുകൾ, തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളുടെ കഴിവ്, ഭീകരതയോട് സന്ധിയില്ലാതെ സഹിഷ്ണുതയില്ലാതെ പോരാടുന്ന നിലപാട്, ഇതൊക്കെ തന്നെ പ്രകടമാക്കിയ ഒരു വർഷം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഉചിതമായൊരു മറുപടി അന്നങ്ങനെ നൽകി. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് വെടിനിർത്തൽ ആഹ്വാനം ചെയ്യാൻ അവരെ നിർബന്ധിതരാക്കി. മെയ് 7 ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കീഴിൽ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കുകയും പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിലേക്ക് ബോംബ് വർഷിക്കുകയും ചെയ്തു. അതുകൂടാതെ പാകിസ്ഥാനെ തുടർന്നുള്ള ആക്രമണങ്ങളെയും ഇന്ത്യ ഫലപ്രദമായി പരാജയപ്പെടുത്തി. പാകിസ്ഥാൻ ഏത് തരത്തിലും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിനെ മുളയിലെ നുള്ളുന്ന രീതിയിൽ തിരിച്ചടിച്ചു. ഭീകരതയ്ക്കെതിരെ അങ്ങനെ ശക്തമായ ഒരു സൂചകമായി ഇന്ത്യ മാറി. ഭീകരതയുടെ കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ എടുത്ത നിലപാടിൽ ഭയന്നു വിറച്ചു. തുർക്കി അടക്കം ഇന്ത്യയെ പരാജയപ്പെടുത്താനുള്ള പല തന്ത്രങ്ങളും മെനഞ്ഞു. ഇന്ത്യ ഭീകരതയ്ക്കെതിരെ പോരാടുമെന്ന ദൃഢനിശ്ചയം അത് ലോകത്തിന് മുന്നിൽ കാട്ടിയത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയായിരുന്നു. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ അധ്യായമെന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ആരംഭിക്കാൻ ഇനി അധിക സമയമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പാകിസ്ഥാനുള്ള അവസാന താക്കീതായി ഇതിനെ നോക്കിക്കാണണം. ഇന്ത്യ ഇപ്പോൾ സർജിക്കൽ പ്രതികാരത്തിൻ്റെ സ്ഥാനത്ത് നിന്നും അതിർത്തി കടന്നുള്ള ഭീകരതയുടെ തെളിയിക്കപ്പെട്ട ഓരോ പ്രവൃത്തിക്കും കൃത്യമായ രീതിയിൽ ഫലപ്രദമായ രീതിയിലുള്ള പ്രതികാരം ഉറപ്പാക്കുന്നു. ആ ഒരു സിദ്ധാന്തപരമായ പ്രതിരോധത്തിലേക്ക്, ആ നിലപാടിലേക്ക് രാജ്യം മാറിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പണ്ട് കണ്ട ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ പാകിസ്ഥാനുള്ളൂ. പാകിസ്ഥാൻ്റെ ഏക ലക്ഷ്യവും അതുമാത്രമായിരുന്നുവെന്നാണ് ലഫ്റ്റനന്റ് ജനറൽ കൻവാൾജീത് സിംഗ് ധില്ലൺ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പഹൽഗാമിൽ തന്നെ ഭീകരാക്രമണം നടത്തിയത്. പരാജയപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സൈനിക മേഖലയിൽ തന്നെ ഉണ്ടായ അഴിമതി, സാമ്പത്തിക പ്രതിസന്ധി, നയതന്ത്ര ശ്രമങ്ങളുടെ പരാജയം, അങ്ങനെ നിരവധി വിഷയങ്ങൾ, ആഭ്യന്തര വിഷയങ്ങളിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്നു. ജനങ്ങൾ അതൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ആ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. അതിക്രൂരമായ പഹൽഗാം ആക്രമണം, അതിനുശേഷം ഇന്നത്തെ ഇന്ത്യ ഇന്നലത്തെ ഇന്ത്യ അല്ല എന്ന് പാകിസ്ഥാന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാൻ സാധിച്ചു. പാകിസ്ഥാൻ വ്യക്തമായി തന്നെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ മുൻപന്തിയിൽ നിൽക്കുന്നു സൈനിക ശക്തിയുടെ കാര്യത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി, ഇതൊക്കെ തന്നെയുള്ള ഒരു പുതിയ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടു. പാകിസ്ഥാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരാക്രമണത്തിന് തുനിഞ്ഞാൽ, തീവ്രവാദ ശ്രമങ്ങൾ നടത്തിയാൽ, നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് കോപ്പുകൂട്ടിയാൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 അത് സൈനികപരമായി മാത്രമല്ല, സാമ്പത്തികമായി, രാഷ്ട്രീയമായി, നയതന്ത്രപരമായി ഒക്കെ തന്നെ അതിശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നതൊരു പുതിയ ആഗോള മാനദണ്ഡവും പുതിയ സാധാരണത്വവും ഒക്കെ തന്നെ കൊണ്ടുവന്നു എന്ന് വേണം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.